ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ഒന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണങ്ങൾക്ക് ഇന്ന് 5 മണിക്ക് കൊട്ടിക്കലാശം. 4ാംഘട്ട തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. കേരളത്തിൽ ദേശീയ നേതാക്കൾ പ്രചാരണത്തിൽ സജീവം. എൻഡിഎയ്ക്കായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നും നാളെയും സംസ്ഥാനത്ത്. കോൺഗ്രസിന് വേണ്ടി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും എൽഡിഎഫിനായി സീതാറാം യെച്ചൂരിയും പ്രചാരണത്തിനിറങ്ങും. രാമനവമി ആഘോഷ നിറവിൽ രാജ്യം. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ തിരക്ക് നിയന്ത്രിക്കാൻ വിപുലമായ ക്രമീകരണങ്ങൾ. യുഎഇയിൽ മഴക്കെടുതികളിൽ വ്യാപക നാശനഷ്ടം. ഒമാനിൽ കനത്ത മഴയിൽ 19 മരണം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. രാജ്യത്ത് ഒന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശം. പരസ്യപ്രചാരണം ഇന്ന് വൈകിട്ട് 5 മണിയോടെ അവസാനിക്കും. 17 സംസ്ഥാനങ്ങളിലെയും ലക്ഷദ്വീപ് ഉൾപ്പെടെ 4 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 102 മണ്ഡലങ്ങളിൽ മറ്റന്നാളാണ് വോട്ടെടുപ്പ്. ഒന്നാംഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളും താരപ്രചാരകരും അവസാനവട്ട പ്രചാരണത്തിനായി ഇന്നിറങ്ങും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാംഘട്ട വിജ്ഞാപനം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ പുറപ്പെടുവിക്കും. 9 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തെയും 96 ലോക്സഭാ സീറ്റുകളിലേക്കാണ് 4ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആന്ധ്രാപ്രദേശിൽ 25 സീറ്റുകൾ, തെലങ്കാനയിലെ 17 സീറ്റുകൾ, ഉത്തർപ്രദേശിൽ 13, മഹാരാഷ്ട്രയിൽ 11, മധ്യപ്രദേശ്, പശ്ചിമബംഗാളിൽ 8 വീതം സീറ്റുകൾ, ബീഹാറിൽ 5, ഝാർഖണ്ഡ്, ഒഡീഷ എന്നിവിടങ്ങളിൽ 4, ജമ്മു കാശ്മീരിലെ 1 സീറ്റിലേക്കുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. ഈ മാസം 25 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. വോട്ടെടുപ്പ് മെയ് 13 നടക്കും. എൻഡിഎ സർക്കാരിന്റെ പദ്ധതികൾ വിവേചനരഹിതവും എല്ലാവർക്കും ഒരുപോലെ പ്രയോജനപ്രദവുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അസമിലെ നൽബാരിയിൽ എൻഡിഎ സ്ഥാനാർത്ഥികൾക്കായുള്ള തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. ഉറപ്പുകൾ നിറവേറ്റുന്നതിനുള്ള മോദിയുടെ ഗ്യാരണ്ടിയുമായാണ് ഇന്ന് ജനങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. അതിനിടെ തൃണമൂൽ നേതാവും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി പാർട്ടി സ്ഥാനാർത്ഥികൾക്കായി അസമിലെ സിൽച്ചറിൽ ഇന്ന് പ്രചാരണം നടത്തും. കോൺഗ്രസ്, എഎപി, സിപിഐഎം, ബോഡോലാൻഡ് പീപ്പിൾസ് ഫ്രണ്ട് തുടങ്ങിയ പാർട്ടികളുടെ മുതിർന്ന നേതാക്കളും തങ്ങളുടെ പാർട്ടി സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണം നടത്തും. ഛത്തീസ്ഗഡിലെ മാവോയിസ്റ്റ് ബാധിത പ്രദേശമായ ബസ്തർ പാർലമെന്റ് മണ്ഡലത്തിലെ മറ്റന്നാൾ നടക്കുന്ന വോട്ടെടുപ്പിനായി പോളിംഗ് ഉദ്യോഗസ്ഥർ പുറപ്പെട്ടു. പോളിംഗ് ടീമുകളെ ഹെലികോപ്റ്ററിലാണ് പ്രദേശങ്ങളിലെത്തിക്കുക. ബിജാപൂർ, സുക്മ, ദന്തേവാഡ എന്നിവിടങ്ങളിലെ പ്രശ്നസാധ്യതയുള്ളതും എത്തിപ്പെടാൻ പ്രയാസമുള്ളതുമായ 150-ലധികം പോളിംഗ് ബൂത്തുകളിലേക്ക് 3 ദിവസം മുമ്പ് തന്നെ പോളിംഗ് ഉദ്യോഗസ്ഥരെ അയച്ചിട്ടുണ്ടായിരുന്നു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിന്റെ പ്രാധാന്യം രാജ്യം മനസ്സിലാക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ ആശയം സംബന്ധിച്ച് പ്രവർത്തിക്കുന്ന ഉന്നതതല സമിതിക്ക് ഗുണപരമായ നിരവധി നിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും ഒരു ഹിന്ദി ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ശ്രീ മോദി പറഞ്ഞു. ഈ സംവിധാനം നടപ്പിലാക്കിയാൽ രാജ്യത്തിന് ബഹുമുഖമായ നേട്ടമുണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ INDIA അനുകൂല തരംഗമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ഉത്തർപ്രദേശിലെ ഗാസിയാബാദിൽ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവുമായി ചേർന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുന്ന തെരഞ്ഞെടുപ്പ് പ്രത്യയശാസ്ത്രങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണെന്നും ശ്രീ രാഹുൽ ഗാന്ധി അഭിപ്രായപ്പെട്ടു. മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനുശേഷം 200ഓളം പരാതികൾ വിവിധ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും നൽകിയിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ആകെ ലഭിച്ച പരാതികളിൽ 169 കേസുകളിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. തെലങ്കാന മുൻ മുഖ്യമന്ത്രിയും BRS നേതാവുമായ കെ ചന്ദ്രശേഖർ റാവുവിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് അയച്ചു. മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നോട്ടീസ്. തെലങ്കാനയിലെ സിർസിലയിൽ ഈ മാസം 5-ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ശ്രീ റാവു തങ്ങൾക്കെതിരെ ആക്ഷേപകരമായ പരാമർശം നടത്തിയെന്ന് ആരോപിച്ച് കോൺഗ്രസാണ് കമ്മീഷനെ സമീപിച്ചത്. ഈ മാസം 18-നകം വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണമെന്ന് കമ്മീഷൻ ആവശ്യപ്പെട്ടു. രാമനവമി ദിനത്തിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. രാമക്ഷേത്രം യാഥാർത്ഥ്യമായ ശേഷമുള്ള ആദ്യ ശ്രീരാമ ജന്മോത്സവത്തിന് ക്ഷേത്രത്തിൽ പ്രത്യേക ആഘോഷമുണ്ട്. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് സജ്ജമാക്കിയിരിക്കുന്നത്. സുരക്ഷയ്ക്കായി ഉത്സവ മേഖലയെ സോണുകൾ, സെക്ടറുകൾ, സബ് സെക്ടറുകൾ എന്നിങ്ങനെ തിരിച്ച് സുരക്ഷാസേനയെ വിന്യസിച്ചിട്ടുണ്ട്.
ഉച്ചയ്ക്ക് 12:16 ശ്രീരാമ വിഗ്രഹത്തിൽ സൂര്യപ്രകാശം ചാർത്തൽ നടന്നു. രാജ്യത്തെ ജനങ്ങൾക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ രാമനവമി ആശംസകൾ നേർന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന കേരളത്തിൽ പ്രചാരണം ചൂടുപിടിക്കുന്നു. റോഡ് ഷോകളും പൊതുയോഗങ്ങളുമായി ദേശീയ നേതാക്കളും താരപ്രചാരകരും മണ്ഡലങ്ങളിൽ സജീവമാണ്. വിശദാംശങ്ങളിലേക്ക്. മുതിർന്ന ബി.ജെ.പി. നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജ്നാഥ് സിംഗ് ഇന്ന് തലശ്ശേരിയിലും മട്ടന്നൂരിലും എൻ.ഡി.എ സ്ഥാനാർത്ഥികൾക്കായി പ്രചാരണം നടത്തും. സി.പി.ഐ.എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വടകരയിലും കോഴിക്കോട് മണ്ഡലത്തിലെ ഉള്ളിയേരിയിലും പൊതുയോഗത്തിൽ പങ്കെടുക്കും. ഇന്നലെ അദ്ദേഹം കണ്ണൂരിലെ മമ്പാറയിലും പഴയങ്ങാടിയിലും എൽ.ഡി.എഫ് സ്ഥാനാർത്ഥിയെ പിന്തുണച്ച് പൊതുയോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു. സി.പി.ഐ ജനറൽ സെക്രട്ടറി ഡി രാജയും സംസ്ഥാനത്ത് പ്രചാരണത്തിനുണ്ട്. സി.പി.ഐ.എം നേതാവ് വൃന്ദ കാരാട്ട് ഇന്നലെ പൊതുയോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു. കോൺഗ്രസ് നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, രേവന്ത് റെഡ്ഡി തുടങ്ങിയവർ വരും ദിവസങ്ങളിൽ യു.ഡി.എഫ് പ്രചാരണത്തിനെത്തും. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഇന്നലെ വയനാട് മണ്ഡലത്തിൽ റോഡ് ഷോകളിൽ പങ്കെടുത്തു. നാളെ അദ്ദേഹം കണ്ണൂർ സന്ദർശിക്കും. കോൺഗ്രസ് നേതാവ് ഡി.കെ. ശിവകുമാറും ഇന്നലെ പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വർണ്ണ വിസ്മയങ്ങൾ തീർക്കുന്ന തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് ഇന്ന് നടക്കും. വൈകിട്ട് 7 മണിക്ക് തിരുവമ്പാടി വിഭാഗമാണ് ആദ്യം തിരികൊളുത്തുക. പിന്നാലെ പാറമേക്കാവും ആകാശപൂരത്തിന് തിരികൊളുത്തും. നാളെ തൃശൂർ പൂരത്തിന്റെ പ്രധാന ചടങ്ങായ നെയ്ത്തലക്കാവിലമ്മ തെക്കേ ഗോപുരനട തുറന്നുവരുന്നതോടെ പൂരത്തിന് വിളംബരമാകും. വെള്ളിയാഴ്ചയാണ് തൃശൂർ പൂരം. കേരളത്തിലേക്കുള്ള ആദ്യ ഉദയ് എക്സ്പ്രസ് ഡബിൾ ഡെക്കർ തീവണ്ടിയുടെ പരീക്ഷണയോട്ടം ഇന്ന് നടന്നു. കോയമ്പത്തൂർ ബംഗളൂരു ഉദയ് ഡബിൾ ഡെക്കർ സൂപ്പർഫാസ്റ്റ് ട്രെയിൻ പാലക്കാട്ടേക്ക് നീട്ടുന്നതിന്റെ പരീക്ഷണ ഓട്ടമാണ് ഇന്ന് നടന്നത്. കോയമ്പത്തൂരിൽ നിന്ന് പൊള്ളാച്ചി വഴിയായിരിക്കും തീവണ്ടിയുടെ സർവീസ്. രാവിലെ 8-ന് കോയമ്പത്തൂരിൽ നിന്ന് ആരംഭിച്ച് 11 മണിക്ക് പാലക്കാട് ജംഗ്ഷനിൽ എത്തി. യു.എ.ഇയിൽ മഴക്കെടുതികളിൽ വ്യാപക നാശനഷ്ടം. ജനജീവിതം ദുസ്സഹമായി. കനത്ത മഴയിൽ പ്രധാന ഹൈവേകളുടെ ഭാഗങ്ങൾ വെള്ളത്തിനടിയിലാണ്. 1949 ശേഷമുള്ള ഏറ്റവും കനത്ത മഴയാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. ശക്തമായ കാറ്റ് വീശുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങളോട് വീടിനുള്ളിൽ തന്നെ തുടരാൻ യു.എ.ഇ അധികൃതർ നിർദ്ദേശിച്ചു. ഉദ്യോഗസ്ഥർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാം. സ്കൂളുകളിൽ ക്ലാസുകൾ ഓൺലൈനായി നടക്കും. മേഖലയിൽ കാലാവസ്ഥാ കേന്ദ്രം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതേസമയം ഒമാനിൽ കനത്ത മഴ തുടരുകയാണ്. തിങ്കളാഴ്ച നോർത്ത് അൽ ഷർക്കിയയിലും ആദമിലുമായി മഴയിൽ 19 മരണം റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ മിസൈൽ, ഡ്രോൺ ഉപയോഗങ്ങൾക്ക് മേൽ പുതിയ ഉപരോധം ഏർപ്പെടുത്താനൊരുങ്ങി അമേരിക്ക. കഴിഞ്ഞയാഴ്ച ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തെ തുടർന്നാണ് നടപടി. ഉപരോധം ഏർപ്പെടുത്തുന്നതിന് മുന്നോടിയായി G7 ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളുമായും പങ്കാളികളുമായും ഉഭയകക്ഷി നേതാക്കളുമായും പ്രസിഡന്റ് ജോ ബൈഡൻ സമഗ്രമായ ചർച്ച നടത്തി. മ്യാൻമർ ദേശീയ നേതാവും നൊബേൽ ജേതാവുമായ ഓങ് സാൻ സൂക്കിയെ വീട്ടുതടങ്കലിലേക്ക് മാറ്റിയതായി സൈനിക സർക്കാർ അറിയിച്ചു. രാജ്യത്ത് കഠിനമായ ഉഷ്ണതരംഗം അനുഭവപ്പെട്ട സാഹചര്യത്തിലാണ് മുൻ സ്റ്റേറ്റ് കൌൺസിലറായ സൂക്കിയെയും മുൻ പ്രസിഡന്റ് വിൻ മിന്റിനെയും വീട്ടുതടങ്കലിലേക്ക് മാറ്റിയത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30-നാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ രാജസ്ഥാൻ റോയൽസ് 2 വിക്കറ്റിന് വിജയിച്ചു. മുൻ പ്രധാനമന്ത്രി ചന്ദ്രശേഖറിന്റെ ജന്മവാർഷിക ദിനമായ ഇന്ന് അദ്ദേഹത്തെ അനുസ്മരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദരിദ്രരെയും അധസ്ഥിതരെയും സേവിക്കുന്നതിന് ഊന്നൽ നൽകിയ ചന്ദ്രശേഖറിന്റെ പ്രവർത്തനങ്ങൾ രാജ്യം എക്കാലവും ഓർമ്മിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സദ്ഗുരു സിദ്ധാരൂഢ സ്വാമിക്കും അദ്ദേഹത്തിന്റെ ജയന്തി ദിനത്തിൽ പ്രധാനമന്ത്രി ആദരമർപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ഒന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണങ്ങൾക്ക് ഇന്ന് 5 മണിക്ക് കൊട്ടിക്കലാശം. 4ാംഘട്ട തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറപ്പെടുവിക്കും. കേരളത്തിൽ ദേശീയ നേതാക്കൾ പ്രചാരണത്തിൽ സജീവം. എൻ.ഡി.എക്കായി കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഇന്നും നാളെയും സംസ്ഥാനത്ത്. കോൺഗ്രസിന് വേണ്ടി തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും എൽ.ഡി.എഫിനായി സീതാറാം യെച്ചൂരിയും പ്രചാരണത്തിനിറങ്ങും. രാമനവമി ആഘോഷ നിറവിൽ രാജ്യം. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രത്തിൽ തിരക്ക് നിയന്ത്രിക്കാൻ വിപുലമായ ക്രമീകരണങ്ങൾ. യു.എ.ഇയിൽ മഴക്കെടുതികളിൽ വ്യാപക നാശനഷ്ടം. ഒമാനിൽ കനത്ത മഴയിൽ 19 മരണം. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ഡൽഹി ക്യാപിറ്റൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30-ന്.